ഇത് അടിയനത്തിൽ ജാപ്പനീസ് ജെയിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ്. നമ്മൾ തായ്ലൻഡ് സീഡുകളാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത കാണിച്ചു തരാം. നമ്മൾ ഇന്നലെ ഈ തൈകളൊരു റീൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം അതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഹൈബ്രിഡ് തൈകളാണോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ളൊരു കുഞ്ഞു വീഡിയോ ആണിത്. ഇത് ജാപ്പനീസ് ജെയിൻ്റിൻ്റെ വളർന്ന തൈകളാണ്. നമ്മൾ ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്ന തൈകളാണ്. ഈ പ്ലാന്റുകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല അടിപൊളിയായിട്ട് പ്രോഡക്ട്സുകളൊക്കെ വണ്ണം വെക്കുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ട് വളരുന്ന പ്ലാന്റ്സ് ആണ് ഇതെല്ലാം. നല്ല രോഗപ്രതിരോധ ശേഷിയും പെട്ടെന്ന് വളരും എന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പ്ലാന്റ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് ജാപ്പനീസ് ജെയിൻ്റിൻ്റെ തൈകളാണ്. നമ്മൾ 1000 എണ്ണം കിളിപ്പിച്ചിട്ടുണ്ട്, ബാക്കി മുകളിലിരിപ്പുണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ സാധാ നാടൻ തൈകളാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ഇത് നല്ല ഹെൽത്തി ആയിട്ട് കിളിച്ചിട്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് ഇപ്പം ഫ്ലവറൊക്കെ വരുന്നുണ്ട് ഈ പ്ലാന്റ്സിന്. ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഇപ്പം കിളിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ജാപ്പനീസ് ജെയിൻ്റ് നമ്മൾ ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായതും ക്വാളിറ്റി ഉള്ളതും ആരോഗ്യമുള്ള ചെടികളും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് അടിയനത്തിനും സീഡിനും ഒക്കെ ചോദിച്ച് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ മഴ സീസൺ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ചെടികൾ വാങ്ങി നടാനോ പഴയ ചെടികൾ റീപോർട്ട് ചെയ്യാനോ പറ്റിയ കാലാവസ്ഥയല്ല. അടിയനത്തിൻ്റെ മഴക്കാല സംരക്ഷണത്തിനെ പറ്റി നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.